എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഹലോ, പറയൂ, ആരാണ്? ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണ് ഇപ്പൊ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. ഞാൻ റാഷിദ് എന്നാണ്. റാഷിദ് വിശ്വാസിയാണ്? മുസ്ലിമാണോ? യെസ്. ഓക്കെ, പറയൂ, എന്താ വിളിച്ചേ? ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? നിങ്ങളെവിടെ സ്ഥലം, എവിടെ നാട്? വിളിച്ച കാര്യം പറയൂ. നാടറിയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആധാർ കാർഡ് അയച്ചുതരാം. ഞാൻ ചിരിച്ചു പോയനെ. എറണാകുളത്ത് പെരുമ്പാവൂര് ഒരു ജിത്യമാണ് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താണ്? അപ്പൊ ഒന്ന് പരിപാടി ഇസ്ലാമിനെ പരിചയപ്പെടാൻ അവസരമുണ്ട്. ഇസ്ലാമിന് ഇനി കൂടുതൽ പരിചയപ്പെടേണ്ട പൊന്നോ, എന്റെ അറ്റം വരെ പോയി ഇസ്ലാമിനെ പരിചയപ്പെട്ടോളൂ. ഇനി വേണ്ട. എനിക്ക് ഇനി കൂടുതൽ പരിചയപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, വിമർശകരുടെ കയ്യിൽ നിന്നൊന്നുമല്ല, മദ്രസയിൽ 1ാം റാങ്ക് വാങ്ങിച്ച് പഠിച്ച ആളെടുത്താന്നാ നിങ്ങൾ ഇത് പറയണത്. 100 കണക്കിന് മണ്ടത്തരം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഒരു ഉദാഹരണം പറ, ഏതാ മണ്ടത്തരം? ഒരു ഉദാഹരണം പറ. ഒരു ഉദാഹരണം പറ. ആരെയാ കണികണ്ടത്? നിങ്ങൾക്ക് ത്രാണി ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറ. ഇല്ല, ഒട്ടുമില്ല. ഞാൻ പറഞ്ഞ മണ്ടത്തരത്തിന് ഒരു ഉദാഹരണം നിങ്ങൾ പറയാ. എന്നാ ഞാൻ അവിടെ വരും. ഞാൻ പറഞ്ഞതിന് മണ്ടത്തരം പറഞ്ഞതിന് ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞതിന് ബോധിപ്പിച്ചാൽ പെരുമ്പാവൂർ ഞാൻ വരും. കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫോളോ ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത്രയും മണ്ടത്തരം ഞാൻ പറഞ്ഞിട്ട് ഒരെണ്ണം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ അത് എന്തുട്ട് മണ്ടത്തരാണ്? അപ്പൊ നിങ്ങൾ മണ്ടനായതുകൊണ്ടായിരിക്കും. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. അതറിയാമെങ്കിൽ ഞാനെന്നെ രക്ഷപ്പെട്ടനെ. ഇനി ഞാൻ വേണമെങ്കിൽ ഞാൻ പറയാറുള്ള കുറച്ച് സാധനം പറയും. ഇതിലേതാ മണ്ടത്തരം എന്നൊന്ന് പറഞ്ഞാ. എന്നാ ശരി, ഞാൻ പറയാറുള്ള 5 കാര്യങ്ങൾ പറയാം. ഇതിലേതാ മണ്ടത്തരം എന്നൊന്ന് പറ. ഓക്കെ. മുഹമ്മദ് നബി 6ാം വയസ്സിൽ ആയിഷയെ കെട്ടിപ്പൂശി. ഇത് മണ്ടത്തരാണോ? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ശ്രീകൃഷ്ണനും ശ്രീരാമനൊക്കെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ല? ശ്രീകൃഷ്ണനും ശ്രീരാമനും ഉസ്വത്തുൽ ഹസനയാണോ? നീ ഇത്ര മണ്ടറായി പോയല്ലോ. ശ്രീരാമൻ ഇരുന്ന് അപ്പീട്ട മാതിരി ഇരുന്ന് അപ്പീടണം എന്ന് പറയുന്നുണ്ടോ? മുഹമ്മദ് നബി ഇട്ട മാതിരി ഇരുന്ന് അപ്പീടണം എന്ന് പറയുന്ന പോലെ മുഹമ്മദ് നബി ഇരുന്ന് അപ്പീടണം എന്ന് പറയുന്ന മാതിരി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും. ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. 10ഉം 12ഒന്നും പറയുന്നില്ല. ഹദീസിൽ പറയുന്നത് 6ാം വയസ്സിൽ കെട്ടി 9ാം വയസ്സിൽ പൂശി. ഇതിലേതാ മണ്ടത്തരം? ഓരോ പ്രകൃതി വ്യത്യസ്തമാണ്. അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങളുടെ മകള് 9ാം വയസ്സിൽ നിങ്ങൾ കെട്ടിച്ചു വിടുവോ? ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അതറിയാലോ. കേക്ക് നിങ്ങളെ മകളെ 9ാം വയസ്സിൽ നിങ്ങൾ കെട്ടിച്ചു വിടുവോ? നിങ്ങളുടെ മോളെ നിങ്ങൾ 9ാം വയസ്സിൽ കെട്ടിച്ചു വിടുവോ? നിങ്ങൾ 9ാം വയസ്സിൽ നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിടുവോ? ഹിന്ദു മതത്തിന്റെ കാര്യം പറയേണ്ട കാര്യം എനിക്കില്ല. പേപ്പട്ടി മതം ഇസ്ലാമാണ്. പേപ്പട്ടി മതത്തെയാണ് ഞാൻ വിമർശിക്കാറ്. പേപ്പട്ടി മതമാണ് എന്റെ പ്രശ്നം. പേപ്പട്ടി മതമാണ് എന്റെ പ്രശ്നം. പേപ്പട്ടി മതം ഇസ്ലാമാണ്. പേപ്പട്ടി മതമാണ് എന്റെ പ്രശ്നം. ഇസ്ലാമാണ് പേപ്പട്ടി മതം. അതാണ് എന്റെ വിഷയം. സൂര്യൻ അസ്തമിക്കാറായി, പൂക്കൾ വാടിത്തുടങ്ങുന്നു. സമയം കളയാതെ വരൂ, നമുക്ക് ഫസ്റ്റ് നൈറ്റിലേക്ക് പറക്കാം. ഞാൻ പോകുന്നു. ബൈ ബൈ.